നിങ്ങളെ തലച്ചോറിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വേറെ ഗ്രൂപ്പ് ഉണ്ടാവില്ല. ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേരാണ് ഓവർ തിങ്കിങ്. ഏതെങ്കിലും ഒരു തോട്ട് വന്ന് ഒരു ഹായ് അയച്ച് പോയാൽ മതി, ബാക്കി ആ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ടൈപ്പിംഗ്, ആർഗ്യൂയിങ്, പഴയ ട്രോമ ഒക്കെ ഫോർവേഡ് ചെയ്യുക. പിന്നെ അവരായി അവരുടെ ചോദ്യങ്ങളായി ഉത്തരങ്ങളായി. ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഏറ്റവും സ്കാരിയസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് നെവർ സ്ലീപ്സ്. ശരിക്കും പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ആൾക്കാരെക്കാട്ട് കൂടുതൽ റിപ്ലൈ ചെയ്യാൻ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് പറ്റും. ക്യാൻ യു റിലേറ്റ്? ഇത് നിങ്ങളാണെങ്കിൽ പോകാൻ വരട്ടെ, ജസ്റ്റ് സ്റ്റേ. എനിക്ക് നിങ്ങളോട് കുറച്ച് പറയാനുണ്ട്. നമ്മളെ പല സ്ട്രെസ്സും വരുന്നത് റിയൽ പ്രോബ്ലംസിൽ നിന്നല്ല. അത് നമ്മളോട് തന്നെ നടത്തുന്ന ഇമാജിനറി കോൺവെർസേഷൻ, ഫ്യൂച്ചർ ഫേക്ക് പ്രഡിക്ഷൻസ്, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. ശരിക്കും തന്നെ നമുക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ 1000 കാര്യങ്ങൾ, 1000 ചോദ്യങ്ങൾ, 1000 ഉത്തരങ്ങൾ നമ്മളെ തലയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കുന്നു, ആ ആൾ ആ മെസ്സേജ് റീഡ് ചെയ്യുന്നു, ബ്ലൂടിക്ക് നമ്മൾ കാണുന്നു, പക്ഷെ അവർ പ്രോപ്പറായി റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പം തന്നെ നമ്മളെ ബ്രെയിൻ അയ്യോ നമ്മളെന്തോ അയച്ച തെറ്റായി പോയോ, അല്ലെ അവർക്ക് നമ്മളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ, അവരെന്തായിരിക്കും മെസ്സേജ് അയക്കാത്തത്. തിരിച്ച് ആ ഒരു റിപ്ലൈ വരുന്നവരെ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് അനാവശ്യമായ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുന്നു. ശരിക്കും പറഞ്ഞാൽ അവരിതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോയിട്ടുണ്ടാവില്ല, അവരെന്തെങ്കിലും ബിസി ആയിട്ടായിരിക്കും നമുക്ക് റിപ്ലൈ ചെയ്യാഞ്ഞത്. ഇനി മറ്റൊരു അവസരത്തിൽ നമ്മളെ ബോസ് നമ്മളെ വേറൊരു സമയത്ത് വിളിക്കുകയാണ്. പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് പോകുന്നു, അയ്യോ ഞാൻ ചെയ്ത എന്തെങ്കിലും കാര്യത്തിൽ തെറ്റ് പറ്റിപ്പോയോ, എൻ്റെ ജോലിക്ക് എന്തെങ്കിലും പറ്റിയോ, ഞാൻ എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്തു പോയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു അർജൻറ്റ് കാര്യത്തിനായിരിക്കും നമ്മളെ ബോസ് നമ്മളെ വിളിച്ചിട്ടുണ്ടാവുക. ഇനി ഒരിക്കലും നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കും. ഈ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും അയ്യോ ഇനിയിപ്പോൾ നമ്മളെ ഫ്യൂച്ചർ എന്താവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അനാവശ്യമായി ആലോചിച്ചുകൊണ്ട് നമ്മളെ സ്ട്രെസ്സ് കൂട്ടുകയാണ്. ഇത് നമ്മളിൽ പലരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഓവർ തിങ്കിങ്. ഈ വീഡിയോയിൽ ഓവർ തിങ്കിങ് നിർത്താൻ നിങ്ങളെ സഹായിക്കുന്ന 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഹായ്, ദിസ് ഇസ് നീതു ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നീ തോട്ട്സ് ബൈ നീതു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചിന്തിക്കുന്നത് ഒരു പ്രശ്നമല്ല, പക്ഷേ യൂസ്ലെസ് ആയിട്ടുള്ള ഒരേ ചിന്ത തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഒരു ആക്ഷനും എടുക്കാതെ ചിന്തിക്കുന്നതാണ് ഓവർ തിങ്കിങ്. ഈ ഓവർ തിങ്കിങ്ങിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തവരായിരിക്കും നമ്മളിൽ പലരും. ഒരു ഹെൽത്തി തിങ്കിങ് എങ്ങനെയായിരിക്കണം? ചിന്ത, തീരുമാനം, ആക്ഷൻ. ഇതാണ് ഒരു ഹെൽത്തി തിങ്കിങ്. എന്നാൽ ഓവർ തിങ്കിങ് എങ്ങനെയാണ്? ചിന്ത ചിന്ത ചിന്ത, ടെൻഷൻ, ആങ്സൈറ്റി. ഈ ഓവർ തിങ്കിങ്ങിൽ നിന്ന് നമുക്കൊരു മുക്തി വേണ്ടേ? എന്തിനാണ് നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം അനാവശ്യമായ ചിന്തകൾ ചിന്തിച്ച് നശിപ്പിക്കുന്നത്? ഇതിനായിട്ടുള്ള 5 മാർഗങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്പർ 1, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിൽ തോന്നുമ്പോൾ നിങ്ങൾ ആ ചിന്ത ഒരു പേപ്പറിലോ ഒരു ബുക്കിലോ എഴുതി വെക്കുക. നമ്മളെ തലയിലുള്ള ചിന്തകൾക്ക് ഷേപ്പില്ല, അതുകൊണ്ടാണ് ഇത് വലുതായിട്ട് നമുക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ചിന്തകൾ, അത് പോസിറ്റീവ് ആയിക്കോട്ടെ, ഫിയർ ആയിക്കോട്ടെ, വെറീസ് ആയിക്കോട്ടെ, ടെൻഷൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് നമ്മളൊരു പേപ്പറിൽ എഴുതുക. അങ്ങനെ എഴുതുന്ന സാഹചര്യത്തിൽ നമുക്ക് തന്നെ തോന്നും, ഓ ഇതൊക്കെ ഒരു നിസ്സാര കാര്യമല്ലേ. ചില കാര്യങ്ങൾ നമ്മൾ നെഗ്ലക്റ്റ് തന്നെ ചെയ്യും, ഇത് എഴുതേണ്ട കാര്യമില്ല എന്ന് അപ്പോഴായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ ചിന്തിക്കേണ്ടത് എനിക്ക് എന്തിനാണ് പേടി, ഇതിൻ്റെ വേർസ്റ്റ് കേസ് എന്താണ് സംഭവിക്കുന്നത്. ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലൊന്നും ഒരു വലിയ കാര്യമില്ലെന്ന്. നമ്പർ 2, തിങ്ക് ചെയ്യാനൊരു ടൈം ഫിക്സ് ചെയ്യാം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായി തോന്നാം. ഈ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫുൾ ഡേ തിങ്കിങ് ആയിരിക്കും. അതിന് പകരം ചിന്തിക്കാൻ ബ്രെയിൻ ഒരു സമയം കൊടുക്കൂ. ഇന്ന് 6 മണി മുതൽ 6:30 വരെ ഞാൻ ചിന്തിക്കാൻ തീരുമാനിച്ചു. ആ ഒരു സമയത്ത് മാത്രം ചിന്തിക്കുക. അതിനുശേഷം ബ്രെയിൻ വീണ്ടും വീണ്ടും പുതിയ പുതിയ ചിന്തകൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ തന്നെ സ്വയം ബ്രെയിനോട് പറയാം, ഇപ്പം ചിന്തിക്കാൻ എനിക്ക് സമയമില്ല. മെല്ലെ മെല്ലെ ബ്രെയിന് ആ ഒരു കമാൻഡ് ഫോളോ ചെയ്തു വരും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഓവർ ചിന്തകൾ ഇല്ലാതായി മാറും. നമ്പർ 3, പ്രോപ്പറായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുക. നമ്മൾ ഐഡിയലായിരിക്കുന്ന സമയത്താണ് നമുക്ക് എപ്പോഴും ചിന്തകൾ കൂടിക്കൂടി വരുന്നത്. അങ്ങനെ ഐഡിയലായി ഇരിക്കാതെ നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും എന്ത് ചെയ്യുക? ബിസിയായി വെക്കുക. നമ്മൾ എന്തിലെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കുക. ഓവർ തിങ്കിങ് വരുന്ന സമയത്ത്, നമ്മൾ കിടക്കുന്ന സമയത്താണ് ഓവർ തിങ്കിങ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുന്നേൽക്കുക, കുറച്ച് വെള്ളം കുടിക്കുക, ഒന്ന് നടക്കാൻ പോവുക, റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക,
എന്തെങ്കിലും വർക്ക് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ പറ്റും. പിന്നെ വേറെ ചില ആൾക്കാരുണ്ട്, നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ, പാചകം ചെയ്യുമ്പോൾ വേറെ എന്തൊക്കെയോ ആലോചിച്ച് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഒരു പോയിന്റിൽ നമ്മൾ എവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ എങ്ങനെ ഇവിടെ എത്തി, നമ്മൾ എന്തൊക്കെയോ ആലോചിച്ച് എന്തൊക്കെയോ വെറീഡ് ആയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. നമ്മൾ ആ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ അവിടെ കൊടുക്കണം എപ്പോഴും. 4ാമത്തെ കാര്യം വേഴ്സ്റ്റ് കേസ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് സംഭവിച്ചാൽ എന്താകും, അതാണ് ഓവർ തിങ്കിങ്ങിൻ്റെ റൂട്ട് കോസ്. ജസ്റ്റ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ, ഒരു കാര്യത്തിൽ നമുക്ക് വേഴ്സ്റ്റ് കേസ് സംഭവിച്ചു, അതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റുമോ? 90% കാര്യങ്ങളിലും യെസ് എന്നായിരിക്കും ഉത്തരം. പക്ഷെ നമ്മളത് ആ ഒരു യെസ് സ്വീകരിക്കാതെ നമ്മളത് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്കതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റാത്തത്. സോ ഇനി ഒരു സാഹചര്യത്തിൽ വേഴ്സ്റ്റ് കേസ് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമോ? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷൻ 90% കുറഞ്ഞു കിട്ടും. ഇനി 5ാമത്തെ കാര്യം, ഫോൺ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. ഓവർ തിങ്കിങ്ങിൻ്റെ മെയിനായിട്ട് റീസൺ ഫോൺ യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും. ഒരു നോട്ടിഫിക്കേഷൻ, ഒരു മെസ്സേജ്, ഒരു ഫോൺ കോൾ എല്ലാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതല്ല, നമ്മൾ കാണുന്ന റീൽസ്, മറ്റുള്ളവരുടെ ലൈഫായിട്ടുള്ള കമ്പാരിസൺ, ഇതൊക്കെ നമുക്ക് എൻ്റെ ലൈഫിൽ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല, എന്തുകൊണ്ട് മറ്റുള്ളവരുടെ ലൈഫിൽ ഇതൊക്കെ സംഭവിക്കുന്നു, ഇതൊക്കെ നമ്മളെ ഓവർ തിങ്കിങ്ങിനേക്കുള്ള ഒരു കാരണമാക്കുന്നു. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ആ സമയത്ത് നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റാവുന്ന ആക്ടിവിറ്റീസ് ചെയ്യുക. നമ്മൾ ഈ റിപ്ലൈ കാത്തിരിക്കുന്നതും റീൽസ് കാണുന്നതും കമ്പാരിസൺ ചെയ്യുന്നതും ഒക്കെ നമ്മളെ മൈൻഡിനെ റെസ്റ്റ് ഇല്ലാതെ വെക്കും. ഫോൺ ഉപയോഗം കുറച്ചാൽ തന്നെ നമ്മളെ മൈൻഡ് കാം ആവും, നമ്മൾ റിലാക്സ് ആവും, നമ്മൾ ഓവർ തിങ്കിങ് കുറയും. സോ ഞാൻ പറഞ്ഞു വന്നത്, ഓവർ തിങ്കിങ് എന്നൊരു കാര്യം നമുക്ക് മോട്ടിവേഷൻ കൊണ്ട് നിർത്താൻ പറ്റാവുന്നതല്ല. അതിന് നമുക്ക് ഡിസിപ്ലിൻ ആൻഡ് സിസ്റ്റം വേണം. ഈ സിസ്റ്റം ഫോളോ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ആ 5 കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്പർ 1, എഴുതി വെക്കുക. നമ്പർ 2, തിങ്കിങ് ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുക. നമ്പർ 3, പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക. നമ്പർ 4, വേഴ്സ്റ്റ് കേസ് അക്സെപ്റ്റ് ചെയ്യുക. നമ്പർ 5, റെഡ്യൂസ് സ്ക്രീൻ ടൈം. ഇത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആവും. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. For more videos like this, please subscribe to my channel. Bye.